രാവിലെ തന്നെ വണ്ടി സ്റ്റാർട്ടാക്കുന്ന കേട്ട് ദേണ്ട ഈ കുരുപ്പ് കരഞ്ഞുകൊണ്ട് വേഗം ഒരുങ്ങി പിടിച്ച് വന്ന് വണ്ടി കയറി ഇരിക്കുന്ന ഭാവമാണ് ഈ കാണുന്നതെല്ലാം തന്നെ. വണ്ടി എപ്പോൾ സ്റ്റാർട്ടാകുന്നു അന്നേരം തന്നെ പുള്ളിക്കാരിക്കും കയറി വണ്ടിക്കകത്ത് ഇരിക്കണം. എന്നാലേ ആളടങ്ങുള്ളൂ. ഇല്ലെങ്കിൽ കരഞ്ഞ് ബഹളം വെച്ച് അവിടെ മൊത്തം നമ്മളെ നിർത്താൻ പോലും അനുവദിക്കില്ലാതെ ഭയങ്കര കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഉഷ ക്ലിനിക്കിലേക്കാണ് നമ്മളിന്ന് രാവിലെ തന്നെ വിട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ കുരുപ്പ് തന്നെ വീടിൻ്റെ മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണായിരുന്നു. വീടിൻ്റെ മുകളിൽ നിന്ന് വെച്ചാൽ പറമ്പിൽ നിന്നാണ് ഒന്ന് വീണത്. മൂക്ക് പൊട്ടി ചോരയൊക്കെ ഒലിപ്പിച്ചാണ് വന്നത്. അന്ന് ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പോകേണ്ടതായിട്ട് വന്നത്. ഇന്ന് കാണിക്കാനാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്, നേഴ്സുമാർ. അപ്പോൾ ഇന്ന് ഡോക്ടർ ഉള്ളതുകൊണ്ട് നേരെ രണ്ടാമേൽ ഉഷ ക്ലിനിക്കിലേക്കാണ് വിട്ടത്. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അമ്മയുടെ ഒരു അഭിപ്രായം, എന്നാൽ നമുക്കൊന്ന് തമിഴ്നാട്ടിലേക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് വിട്ടാലോ എന്ന്. അമ്മ ഇതുവരെ മുന്തിരിത്തോട്ടം എന്തായാലും കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള സുനിതയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സുനിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. എന്നാൽ പിന്നെ എല്ലാവരെയും കൂട്ടി ഒന്ന് തമിഴ്നാട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ചു. നമ്മുടെ കേരളത്തിൽ ഭയങ്കര മഴയാണെങ്കിൽ തമിഴ്നാട്ടിൽ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. രാവിലെ ഞാനിട്ട ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി, അതെന്തായാലും ഈ കോളറിൽ ഒട്ടിപ്പിടിച്ച് കിടന്ന ഒരു ഡ്രസ്സായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് ഞാനൊരു ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുന്തിരിപ്പാടത്ത് MSR എന്നോ അങ്ങനെ കണ്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ പേര്. അവിടെ ചെന്നപ്പോഴാണ് ഈ കാഴ്ചയൊക്കെ കണ്ടത്. കുതിരസവാരി. തമിഴ്നാട്ടിൽ ഓരോ ദിവസവും ചെല്ലുന്തോറും ഓരോ ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മുന്തിരിപ്പാടം എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വേറെ തന്നെ, ഇവരുടെ തന്നെയാണെന്ന് തോന്നുന്നു, വേറെ ഒരു മുന്തിരിത്തോട്ടമുണ്ട്. പക്ഷെ അതിലൊന്നും ഇത്രയും ഫെസിലിറ്റി ഒന്നും ഇല്ല. ഇപ്പം ഓരോ ദിവസവും കൂടുന്തോറും ഓരോ ഫെസിലിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, ഇതൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് മുന്തിരിങ്ങയാണ്. ഇത് പറിച്ച് അവിടുത്തെ ആൾക്കാർ തന്നെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്താക്കുന്നതാണ്. ഈ മുന്തിരി എല്ലാം സെല്ല് ചെയ്യാനുള്ളതാണ്. അപ്പം ഇവർ ഓരോ പ്ലേസിൽ ഇപ്പം മുന്തിരി പച്ച പിടിച്ച് കിടക്കുന്നിടത്തെല്ലാം തന്നെ അടുത്ത സമയം നമ്മൾ ചെല്ലാൻ നേരത്ത് അങ്ങോട്ടേക്കായിരിക്കും എൻട്രി ഉള്ളത്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല പച്ച മുന്തിരിങ്ങയാണ്. നമ്മൾ പിന്നെ നമുക്ക് ഈ എൻട്രി ഫീ ഒന്നുമില്ല മുന്തിരിങ്ങ തോട്ടത്തിലേക്ക് കയറാൻ വേണ്ടി. നല്ല ഭംഗിയാണ്. കുറേ ആൾക്കാർ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്നത് ഓരോ കച്ചവട സ്ഥാപനങ്ങളാണ്. ഓരോ ദിവസവും കൂടി വരുന്നോറും ഇവിടുത്തെ ഓരോരോ കച്ചവടങ്ങൾ കൂടിക്കൂടി വരുവാണ്. നേരത്തെ ഒന്നും ഇത്ര ഒന്നും ഇല്ലായിരുന്നു. അപ്പം മുന്തിരിങ്ങയും അതെല്ലാം ഞങ്ങൾ കണ്ട് കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ മുന്തിരിങ്ങയുടെ ഇടയിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കുന്ന ഒരു റീലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ എന്തായാലും പോയി കണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ്. കുമളിയിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ എന്തായാലും നമുക്ക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എത്താവുന്നതാണ്. 10-20 മിനിറ്റ് കൊണ്ടൊക്കെ. ബ്ലോക്ക് ഉണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. എല്ലാവരെയും കൊണ്ട് പോയി അമ്മ ഇതുവരെയും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് മീനും ഇപ്പം ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ്ട് കുഞ്ഞവളെയൊക്കെ എടുത്ത് പൊക്കി പിടിച്ച് അതൊക്കെ ഒന്ന് കാണിക്കുവാണ്. കുഞ്ഞാറ്റ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അവൾക്ക് ഈ മുന്തിരിങ്ങ, ആപ്പിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കണ്ടാൽ അത് അപ്പം തന്നെ വേണം. പക്ഷെ നമുക്കാണെങ്കിൽ ഇത് പറിച്ചു കൊടുക്കാനും പറ്റില്ല. കാരണം 500 രൂപയാണ് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിഴ ഈടാക്കുന്നത്. കാരണം ഇതൊക്കെ അവർക്ക് അവരുടെ ഒരു നിത്യവരുമാനത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളാണല്ലോ. അതൊക്കെ നമ്മൾ പറിച്ച് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മലയാളികളുടെ മിക്ക സ്വഭാവമാണ്, മലയാളികളും അതുപോലെ തന്നെ തമിഴുകാർ, ഇന്ത്യൻസ് എന്ന് തന്നെ പറയാം, അങ്ങനെ നമ്മൾ കാണിക്കാനേ പാടില്ല. അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് വേണ്ട മുന്തിരിങ്ങയുടെ മണ്ടേക്കൂടെ നമുക്ക് റൈഡിങ് ഒക്കെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് സൈക്കിളിലൂടെ പോകുന്നതൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് നമ്മുടെ ലിപ് ബാമും അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രോഡക്റ്റ്സൊക്കെ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസൊന്നും എനിക്കറിയില്ല. ജാമും അതുപോലെ തന്നെ വൈനും ഒക്കെ നമുക്ക് അവിടെ നിന്ന് ആ ഒരു ചേച്ചിമാർ സെല്ല് ചെയ്യുന്നുണ്ട്. ഇത് ഇഷ്ടമുള്ളവർക്ക് മേടിക്കാവുന്നതാണ്. എന്തൊക്കെയോ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പം തന്നെ വന്നിരിക്കുന്ന കടകളും കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ ഒന്നും ഇത്ര അവൈലബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം വിശ്രമിക്കാനൊക്കെ ഉള്ള പ്ലേസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൗകര്യമാണ്. എന്തായാലും ഇവരെ കഴിഞ്ഞ് കച്ചവടം ചെയ്യാൻ മറ്റാരും ഉള്ളൂ. അതിലെന്തായാലും നമ്മളിവരെ സമ്മതിച്ച് കൊടുത്തേ മതിയാവുള്ളൂ. ചേച്ചിമാർ കുറേ നിന്ന് അത് മുന്തിരിങ്ങയൊക്കെ പിക്ക് ചെയ്യുവാണ്. അതിൻ്റെ അകത്തൊക്കെ
ബാഡായിട്ടുള്ള മുന്തിരിങ്ങയൊക്കെ കളഞ്ഞാണ് അവരെന്തായാലും മുന്തിരിങ്ങ അടുക്കി വെക്കുന്നത്. നല്ല രസമാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണാൻ വേണ്ടി. ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ സൈക്കിളൊക്കെ ഇങ്ങനെ അവർ ഓടിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ എന്തായാലും അതിൽ കയറിയില്ല. കാരണം ടിക്കറ്റ് വരുന്നത് 100 രൂപയാണ് പെർ പേഴ്സൺ. പിന്നെ അവിടുന്ന് ഒരു മുന്തിരിങ്ങയൊക്കെ ജ്യൂസ് മേടിച്ച് കുടിച്ചു. ആദ്യം എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ മുന്തിരിങ്ങയുടെ ടേസ്റ്റ് കണ്ടപ്പം അടിപൊളിയാണ് സംഭവം തോന്നി. ഇത് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മുന്തിരിങ്ങ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ തോന്നും. ഇതേണ്ട ഈ കുരുപ്പ് ഇരുന്ന് മുന്തിരിങ്ങ ജ്യൂസ് ഭയങ്കരമായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കരമായിട്ട് വിശന്നും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുടിച്ചു. 3 ജ്യൂസായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ ജ്യൂസൊന്നും മേടിക്കാൻ പോയില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പഴയ കട കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ വൈന് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. ഇവിടുന്നാണ് നമ്മുടെ മുന്തിരിങ്ങയൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഒരു പെട്ടിക്കെങ്ങാണ്ട് 100 രൂപ ഉള്ളൂ. ഇഷ്ടം പോലെ മുന്തിരിങ്ങയും കിട്ടുന്നതാണ്. നമ്മൾ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇച്ചിരി കിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഈ പൊട്ടറ്റോ റോളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. 3 എണ്ണമാണ് പൊട്ടറ്റോ റോള് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അങ്ങനെന്തോ ആണ് ഈ സംഭവത്തിൻ്റെ പേര് പറയുന്നത്, ഞാൻ മറന്നുപോയി. ഈ ചേച്ചി ആദ്യമേ വേവിക്കാതെ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് വീണ്ടും ഇട്ട് വേവിപ്പിച്ചു. എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം പച്ചക്ക് തിന്നു കഴിഞ്ഞാൽ യാതൊരു ടേസ്റ്റും ഉണ്ടായിരിക്കില്ല. പിന്നെ അമ്മയ്ക്കത് ഇഷ്ടമില്ല. അമ്മയ്ക്കത് ആരോഗ്യത്തിന് പ്രശ്നമായതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡോണറ്റ് മേടിച്ച് കഴിച്ച അമ്മ. പിന്നെ ഞാൻ എന്തായാലും ഇതാണ്ട് ഈ ഒരു പൊട്ടറ്റോ റിങ്സാണ് മേടിച്ചത്. എന്തായാലും ഞാൻ കഴിച്ചു. എൻ്റെയൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ആ ഫാമിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മഴ ഇതേണ്ട് ഇവിടെ പെയ്തു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാം ലൈക്ക് ചെയ്യണേ.